ഹായ് ഹലോ ഓൾ വെൽക്കം ടു എഡ്യൂസാറ്റ് ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫിസിക്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മളതിലെന്താ പഠിച്ചേ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് പഠിച്ചത് അല്ലേ? എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അതുപോലെ അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ കണ്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റുമായിട്ടാണ് വരുന്നത്. 2 എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക. അതിപ്പോൾ സാർ ഒരു ക്ലാസ് ആയിട്ട് അത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പെരിമെൻ്റ് അല്ലേ പരീക്ഷയ്ക്ക് ചോദിക്കൂല എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം ഫിസിക്സിനകത്ത് ഇന്ന് ഞാൻ ഈ എടുക്കാൻ പോകുന്ന 2 എക്സ്പെരിമെൻറ്റും എക്സാമിന് ചോദിച്ചതാണ്. അതിൽ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പബ്ലിക് എക്സാമിന് അല്ലേ, കഴിഞ്ഞ പബ്ലിക് എക്സാമിന് മാർക്ക് ചോദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് അത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് ഓണം എക്സാമിന് വന്നിട്ടുള്ളതാണ്. എന്തായാലും നമ്മൾ ഓണം എക്സാം ഒക്കെ എടുക്കാൻ പോവുകയാണ്. ഓഗസ്റ്റിൽ ഓണം എക്സാം വരുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ചോദ്യങ്ങളെല്ലാം പഠിക്കണം. നമ്മൾ കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ പോരാ, എന്ത് വേണം? ചോദ്യങ്ങൾ എവിടുന്ന് എങ്ങനെയാണ് വരിക എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയല്ലേ? റെഡി അല്ലേ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് പഠിക്കാൻ പോവാണ്. അതിന് മുന്നേ സാറ് നിങ്ങൾക്ക് ട്യൂണിംഗ് ഫോർക്ക് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഇത് ഒന്നുകൂടി കാണിക്കുകയാണ്. ഈ ട്യൂണിംഗ് ഫോർക്ക് പരിചയപ്പെടുത്തിയപ്പോൾ അതിൻ്റെ പാർട്സ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ച ഓർമ്മയല്ലേ അല്ലേ? ഈ താഴെ കാണുന്ന ഈ ഭാഗത്തിന് എന്താ പറയുക? സാർ ഇവിടെ പെന്നോണ്ട് മാർക്ക് ചെയ്യാം. ഈ താഴെ കാണുന്ന ഈ ഭാഗത്തിന് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? സ്റ്റെം എന്നാ പറഞ്ഞിരുന്നത്. ഓർക്കുന്നുണ്ടോ? അത് പറഞ്ഞ സമയത്ത് സാറ് പറഞ്ഞിരുന്നു എന്ത്? ഈ സ്റ്റെം എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ പഠിക്കണം, കാരണം നമുക്കത് വീണ്ടും എന്തുണ്ട് ആവശ്യം വരുന്നൊക്കെ സാറ് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ എക്സ്പെരിമെൻ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്, സ്റ്റെം. ക്ലിയർ അല്ലേ? ഈ സ്റ്റെം അഥവാ തണ്ട് എന്ന് പറയും. അപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? ഇനി ആ ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്താ മക്കളെ ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ലടാ, എക്സൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ ഉത്തേജിപ്പിക്കുക എന്നാട്ടോ പറയാം. നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്യൂണിംഗ് ഫോർക്കിനെ ഉത്തേജിപ്പിക്കുന്നു എന്ന വാക്കുകൾ കാണും. അപ്പോൾ ഒന്നുമില്ല, എക്സൈറ്റ് ചെയ്യുക, ഉത്തേജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ട്യൂണിംഗ് ഫോർക്കിനെ വൈബ്രേറ്റ് ചെയ്യിക്കുക. ഒന്നുമില്ല, ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്റ്റെമ്മ് കയ്യിൽ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിൽ, മരത്തിൻ്റെ മുകളിലോ ചുമരിൻ്റെ മുകളിലോ എന്തിൻ്റെങ്കിലും മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ടാപ്പ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് അടിക്കുക. അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ പ്രോങ്സ്, ആ 2 കാലുകൾ എന്ത് ചെയ്യും? കടന്നിട്ട് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ ട്യൂണിംഗ് ഫോർക്കിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുക എന്ന് പറയാം. അപ്പോൾ ഒരു എക്സൈറ്റ് ചെയ്ത ട്യൂണിംഗ് ഫോർക്ക് അല്ലെങ്കിൽ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സൗണ്ട് ഉണ്ടാവുമെന്ന് സാറ് കാണിച്ചു തരാം. കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഇതുപോലെയാണ് എന്ത് ചെയ്യുക? ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ നോക്കടാ, അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോളൂ. എന്താണ്? എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് എന്നാണ് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്തു? ഒരു ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്തു. ഒന്നുമില്ല, വൈബ്രേറ്റ് ചെയ്യിക്കുക. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യുക? അതൊന്ന് കേൾക്കുക, ലിസൺ ടു ഇറ്റ്. അപ്പോൾ ട്യൂണിംഗ് ഫോർക്കിനെ ഉത്തേജിപ്പിച്ചിട്ട് അതൊന്ന് ശ്രവിക്കുക. ഇപ്പോൾ നമ്മൾ കേട്ടത് വാരി ഒരു പ്രത്യേക ശബ്ദത്തിൽ ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് വന്നിട്ട് അവസാനം അത് സൈലൻ്റ് ആവും. അതാണ് ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്താൽ സംഭവിക്കുക. ഇനി ഇവർ അത് മാത്രമല്ല പറഞ്ഞു. എന്നിട്ടോ, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ സൗണ്ട് ഹേർഡ് വെൻ ദ സ്റ്റെം ഓഫ് ദ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് പ്രസ്ഡ് ഓൺ ദ ടേബിൾ. അങ്ങനെ എക്സൈറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ എക്സൈറ്റ് ചെയ്ത് നിങ്ങൾ ആദ്യം ഒരു സൗണ്ട് കേൾക്കുക. പിന്നെ രണ്ടാമത് വീണ്ടും ഒരു ഹാമർ വെച്ചിട്ട് ട്യൂണിംഗ് ഫോർക്കിൻ്റെ മുകളിൽ അടിച്ചിട്ട് ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്റ്റെമ്മിനെ നമ്മളെ ടേബിളിൻ്റെ മുകളിൽ അമർത്തി പിടിക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ തണ്ട് ടേബിളിൻ്റെ മുകളിൽ അമർത്തി പിടിക്കുക. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഹാമർ കൊണ്ട് അടിച്ചപ്പോൾ കേട്ട സൗണ്ടും ഹാമർ കൊണ്ട് അടിച്ചിട്ട് അതിൻ്റെ സ്റ്റെമ്മ് ടേബിളിൽ വെക്കുമ്പോഴുള്ള സൗണ്ടും സെയിം ആണോ എന്നാണ് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിന് ചോദ്യം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ഓണം എക്സാമിന് നമുക്ക് ക്വാർട്ടർലിക്ക് വന്നിട്ടുള്ള ചോദ്യം എങ്ങനെയാണ്? റൈറ്റ് ദ ഒബ്സർവേഷൻ അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദ സൗണ്ട് വെൻ ദ സ്റ്റെം ഓഫ് ദ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് പ്രസ്ഡ് ഓൺ ദ ടേബിൾ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്റ്റെമ്മ് ഒരു ടേബിളിൻ്റെ മുകളിൽ അമർത്തി പിടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക, എന്ത് ചേഞ്ച് ആണെന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ചോദ്യം വന്നതാണ്. ചോദ്യം വന്ന ഭാഗങ്ങൾ വളരെ ടീക്കായിട്ട് പഠിച്ചു പോകണം. ഇനിയും ഇപ്രാവശ്യവും ഇതേ ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ട്യൂണിംഗ് ഫോർക്കിനെ വൈബ്രേറ്റ് ചെയ്യിച്ചാൽ ഉണ്ടാവുക എന്നുള്ളത് സാറ് പറഞ്ഞുതരാം. നോക്കിക്കോ, ഇത് ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ആവാതിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ എക്സ്പെരിമെൻറ്റ് ഞാൻ ഇതിൻ്റെ ഒരു ആനിമേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി, പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നാവുക ഇതിൻ്റെ ഒരു വീഡിയോ കാണിക്കുമ്പോഴാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. And listen the sound from it.
Then press the stem of an exciter tuning fork on a table. Now the loudness of the sound gets increased. Here the area of table is large, so the loudness of sound is increased. Hence the table vibrates as the frequency of tuning fork. Such a vibration of table is forced vibration. കണ്ടോടാ എന്താ സംഭവിച്ചത്? ഇവിടെ ട്യൂണിംഗ് ഫോർക്കിന് എന്ത് ചെയ്തു? വൈബ്രേറ്റ് ചെയ്യിച്ചു അല്ലെ? എന്നിട്ടോ ഒന്നുകൂടെ നോക്കൂ. അടിച്ചു, എന്നിട്ട് നമ്മൾ നേരെ ടേബിളിന്റെ മുകളിൽ വെച്ചു. അപ്പൊ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻ ആരിലേക്ക് വരികയാണ്? ടേബിളിലേക്ക് വൈബ്രേറ്റ് ചെയ്യുക. നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ പഠിച്ചു ഓർമ്മയുണ്ടോ? ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻസ് ഇങ്ങനെ ടേബിളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വൈബ്രേഷൻ കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ആ ടേബിളും കൂടി വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഇനി നിങ്ങൾ പറഞ്ഞേ എന്താണ് സംഭവിക്കുക എന്നുള്ളത്? ഇനി ഇതാ ചോദ്യം വീണ്ടും. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ സൗണ്ട് ഹേർഡ് വെൻ ദ സ്റ്റെം ഓഫ് ദ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് പ്രസ്ഡ് ഓൺ ദ ടേബിൾ? നിങ്ങൾ തന്നെ പറഞ്ഞു എന്താ സംഭവിക്കുക? ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ ടേബിളിന്റെ മുകളിൽ അമർത്തി പിടിക്കുന്ന സമയത്ത് ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയും കാരണം ടേബിള് വൈബ്രേറ്റ് ചെയ്യും അല്ലെ? ആ ടേബിള് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷനും ടേബിളിന്റെ വൈബ്രേഷനും കാരണം ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സൗണ്ടാണ് ഉണ്ടാവുക അല്ലെ മക്കളെ? അപ്പൊ നിങ്ങൾ ആലോചിക്കേ, ഒറ്റയ്ക്ക് ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോഴുള്ള ശബ്ദത്തിനേക്കാൾ കൂടുതലായിരിക്കില്ലേ ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ ടേബിളിന്റെ മുകളിൽ അമർത്തി പിടിച്ചാൽ ഉണ്ടാവുക? അതെ, ഇവിടെ നമുക്ക് എന്താ പഠിച്ചേ? നമ്മൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ച ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് ഇവിടെ ഉള്ളത്. ആ ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ ഹാമർ കൊണ്ട് അടിക്കുമ്പോൾ, നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടില്ലേ, ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ ഹാമർ കൊണ്ട് അടിക്കുമ്പോൾ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ അതിന്റെ സ്റ്റെമ്മ്, അതിന്റെ താഴെ ഭാഗം ആ ടേബിളിന്റെ മുകളിൽ അമർത്തി വെക്കുമ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻ കാരണം ആ ടേബിൾ വൈബ്രേറ്റ് ചെയ്യും അല്ലേ? അതല്ലേ ഫോഴ്സ്ഡ് വൈബ്രേഷൻ? ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ബോഡി കാരണം, ഇൻഫ്ലുവൻസ് കാരണം മറ്റൊരു ബോഡി വൈബ്രേറ്റ് ചെയ്താൽ ആ വൈബ്രേഷനെ പറയുന്ന പേരാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണല്ലോ. അപ്പൊ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫോഴ്സ് കാരണം അല്ല ഇൻഫ്ലുവൻസ് കാരണം ആ ടേബിൾ എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ട്യൂണിംഗ് ഫോർക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ടേബിളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ ട്യൂണിംഗ് ഫോർക്കിന്റെ സൗണ്ടും ടേബിളിന്റെ സൗണ്ടും കൂടി ചേർത്തിട്ട് ലാർജ് സൗണ്ട് ആയിട്ടാണ് കേൾക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ വാട്ട് ഈസ് ദ ചേഞ്ച് എന്ന് വെച്ചാൽ എന്താ മാറ്റം? എന്താ? ട്യൂണിംഗ് ഫോർക്കിന്റെ ശബ്ദവും ടേബിളിന്റെ ശബ്ദം കൂടി ചേർന്നിട്ട് അവിടെ ശബ്ദത്തിന്റെ ഇന്റൻസിറ്റി അല്ലെ ലൗഡ്നെസ് എന്ത് ചെയ്യും? കൂടും. ലൗഡായിട്ട് സൗണ്ട് നമ്മൾ കേൾക്കും. അതിന്റെ ബാക്കിലെ റീസൺ എന്താ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ്. ക്ലിയർ അല്ലേ? ആ എക്സ്പെരിമെന്റ് നമ്മുടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റാ. അല്ലെങ്കിൽ പ്രണോദിത കമ്പനം അല്ലെ? മറ്റൊരു കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ സ്വാധീനത്താൽ ഒരു വസ്തു കമ്പനം ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? പ്രണോദിത കമ്പനം എന്ന് പറയാ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. കണ്ടിട്ടില്ലേ? ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കുക. ഒന്നുമില്ല, ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്ത് സൗണ്ട് ആദ്യം കേൾക്കുന്നു, രണ്ടാമത് ആ ട്യൂണിംഗ് ഫോർക്കിനെ വീണ്ടും എക്സൈറ്റ് ചെയ്ത് അതിനെ ടേബിളിന്റെ മുകളിൽ അമർത്തി പിടിക്കുന്നു. ആദ്യം കേട്ടതിനേക്കാൾ ശബ്ദം രണ്ടാമത് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. കാരണം ആദ്യം ചെയ്യുമ്പോൾ ട്യൂണിംഗ് ഫോർക്ക് മാത്രമേ വൈബ്രേറ്റ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത് നമ്മൾ ട്യൂണിംഗ് ഫോർക്കിനെ ടേബിളിന്റെ മുകളിൽ അമർത്തി പിടിക്കുമ്പോൾ ട്യൂണിംഗ് ഫോർക്കും വൈബ്രേറ്റ് ചെയ്യുന്നു. ആ വൈബ്രേഷൻ കാരണം ടേബിളും വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻ സൗണ്ടും ടേബിളിന്റെ വൈബ്രേഷൻ സൗണ്ടും കൂടി ചേർത്തിട്ട് വലിയ ലൗഡായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കേൾക്കും. ഓക്കെ അല്ലടാ? ഈ എക്സ്പെരിമെന്റ് ടെസ്റ്റിലുണ്ട്, ചോദ്യങ്ങൾ അവിടെ ഉണ്ട്, അതിന് ആൻസറുകൾ നിങ്ങൾ അതിൽ തന്നെ ചെയ്തു വെക്കുക, വീഡിയോസ് പോസ് ചെയ്ത് കാണുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ എക്സ്പെരിമെന്റിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു അപ്പാരറ്റസ് എടുത്തിട്ടുണ്ട്. ഇത് ഹാക്സോ ആണ്. ഹാക്സോ അറിയാലല്ലേ, നമ്മൾ ഈ മുറിക്കുന്ന ഒരു ബ്ലേഡാണ് ആക്സോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാധാ ബ്ലേഡല്ല, മരം അതുപോലെ പൈപ്പ് ഇങ്ങനെയൊക്കെ മുറിക്കാൻ പറ്റുന്ന അതാണ് ത്രെഡുകളുള്ള ഒരു ബ്ലേഡാണ് എന്ത് എന്ന് പറയുന്നത്? സ്റ്റീലിൻ്റെ ആക്സോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആക്സോ ബ്ലേഡുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6 ആക്സോ ബ്ലേഡുകൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടും 3 എണ്ണം ബ്ലൂ കളറിലും 3 എണ്ണം എന്തിലുമാണ്? റെഡ് കളറിലുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എയും സിയും ഇയും എന്ത് കളറിലാണ് കൊടുത്തിട്ടുള്ളത്? ബ്ലൂ കളറിലാണ്. അതേസമയം റെഡ് കളറിലാണ് ആരൊക്കെ കൊടുത്തിട്ടുള്ളത്? ബിയും ഡിയും ഇയും കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടുത്തെ അത് മാത്രമല്ല, ബിൻ്റെ ലെങ്ത്തും ഡിൻ്റെ ലെങ്ത്തും ഈ എഫിൻ്റെ ലെങ്ത്തും എന്താണ്? സെയിം ആണ്. അതേപോലെ എന്റെ ലെങ്ത്തും സിന്റെ ലെങ്ത്തും ഇന്റെ ലെങ്ത്തും എന്താണ് മക്കളെ? സെയിം
സെയിം ആണ്. ഓക്കെ ആണല്ലോ. ഇനി എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഈ എക്സ്പെരിമെൻറ്റും ചെയ്തിട്ട് ഇതിൻ്റെ ഒബ്സർവേഷനുകൾ നമ്മൾ ടെസ്റ്റിലേക്ക് എഴുതി പഠിക്കണം. കാരണം ഇതിൽ നിന്ന് ആണ് ലാസ്റ്റ് പബ്ലിക് എക്സാമിന് ചോദ്യം വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. എന്താ? എക്സൈറ്റ് ദ ആക്സോ ബ്ലേഡ് എ ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ. നമ്മളെ ഫിംഗർ വെച്ചിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്നിങ്ങനെ എങ്ങനെ ടാപ്പ് ചെയ്ത് വിടുക, നമ്മളൊന്നിങ്ങനെ തോണ്ടി വിടുക. ആ സമയത്ത് എന്താ സംഭവിക്കുക? എ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യാൻ തുടങ്ങും? വൈബ്രേറ്റ് ചെയ്യും. ക്ലിയർ ആവുന്നില്ലേ? ആ സമയത്ത് വാട്ട് ഡു യു ഒബ്സർവ്? എന്താ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? എല്ലാ ബ്ലേഡും വൈബ്രേറ്റ് ചെയ്യോ അതോ എ മാത്രമാണോ വൈബ്രേറ്റ് ചെയ്യുക? മനസ്സിലാവുന്നുണ്ടോ? എക്സ്പെരിമെന്റ് മനസ്സിലായോ? എ എന്ന് പറയുന്ന ബ്ലേഡിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വിടുക. അപ്പോൾ എ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ചോദിച്ച ചോദ്യം എന്താ? എ മാത്രമാണോ അവിടെ വൈബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ആക്സോ ബ്ലേഡുകളും നമ്മൾ എനെ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ എല്ലാം വൈബ്രേറ്റ് ചെയ്യുമോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. അതിന് വേറെ ചോദ്യങ്ങളുണ്ട്. അതുപോലെ മലയാളത്തിൽ കണ്ടോ, മലയാളത്തിലും സെയിം എക്സ്പെരിമെന്റ് തന്നെയാണ്. 2 സ്ലൈഡാക്കി സാറ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. വിരൽ കൊണ്ട് ആക്സോ ബ്ലേഡ് എ കമ്പനം ചെയ്യിപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? എല്ലാ ബ്ലേഡും കമ്പനം ചെയ്യുന്നുണ്ടോ അതോ എ ബ്ലേഡ് മാത്രമാണോ കമ്പനം ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റ് ഈ വീഡിയോ സാറ് കാണിച്ചു തന്നിട്ട് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരുന്നിട്ട് അതിന് ആൻസർ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് കളക്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് സമയം അതൊന്ന് കൃത്യമായിട്ട് കാണണം കേട്ടോ. ഞാൻ പ്ലേ ചെയ്യാം. നോക്കൂ എന്താണ് സംഭവിക്കുന്നത്. ആദ്യം റെഡ് വൈബ്രേറ്റ് ചെയ്ത് കണ്ടോ. റെഡ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് റെഡ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ യെല്ലോനെ വൈബ്രേറ്റ് ചെയ്യിച്ചു. യെല്ലോയും ഇപ്പുറത്തുള്ള യെല്ലോ ആണ്, മറ്റ് 2 യെല്ലോയും ഒരേപോലെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിലും ബാക്കിയുള്ളതും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്രീനിനെ വൈബ്രേറ്റ് ചെയ്യിച്ചു. കണ്ടോ, ബാക്കിയുള്ളവർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ 2 ഗ്രീനുകളാണ് എന്ത് ചെയ്യുന്നത്? ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുന്നത്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ? ഒന്നുകൂടി സാറ് വേണമെങ്കിൽ കാണിക്കാം. നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് തന്നെ മതിയാവും. ഒരു തവണ കണ്ടാൽ മതിയാവും. നോക്കൂ, നിങ്ങൾ വേണം റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഒന്നുകൂടെ എന്താണ് അവിടെ ചെയ്തത്? എ എന്ന് പറയുന്ന വാക്സോ നമ്മൾ എക്സൈറ്റ് ചെയ്യും, അതായത് വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ എന്താ സംഭവിക്കുക? എയും ബിയും സിയും ഡിയും ഇയും എഫും, അതായത് ഇവിടെയുള്ള എല്ലാ ആക്സോ ബ്ലേഡും എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഈ എ വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ, അതായത് എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എക്കൊരു ഫ്രീക്വൻസി ഉണ്ടാവുമല്ലോ, അതേ ഫ്രീക്വൻസിയിലായിരിക്കും സിയും അതേ ഫ്രീക്വൻസിയിലായിരിക്കും ഇയും വൈബ്രേറ്റ് ചെയ്യുക. മനസ്സിലായില്ല? എ എന്ന് പറയുന്ന ആക്സോ ബ്ലേഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഇളക്കി വിടുമ്പോൾ എല്ലാ ബ്ലേഡുകളും ഇളകും. പക്ഷേ എ എങ്ങനെയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും സി എന്ത് ചെയ്യുക? വൈബ്രേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടല്ലോ? എയും സിയും ഇയും ഒരേ ലെങ്ത് ആയതുകൊണ്ട് എയുടെ ഫ്രീക്വൻസിയും ഈ സിയുടെ ഫ്രീക്വൻസിയും ഇയുടെ ഫ്രീക്വൻസിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? സ്വാഭാവിക ആവൃത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഒന്ന് ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ? അതെ. അപ്പം നോക്കടാ, എയുടെ ലെങ്ത്തും സിയുടെ ലെങ്ത്തും ഇയുടെ ലെങ്ത്തും എന്താണ്? സെയിം ആണ്. അതാണ് അങ്ങനെ കൊടുത്തത്. അപ്പോൾ ഈ എനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ എല്ലാവരും വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ എ എങ്ങനെയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ സിയും എയും എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് നമ്മളുടെ ഇയും എന്ത് ചെയ്യുക? വൈബ്രേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അങ്ങനെയാണ് നിങ്ങൾ പറയടാ, ഞാൻ തന്നെ ചോദിക്കട്ടെ, ഈ ബീനെയാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിച്ചാലോ? ബീനെ വൈബ്രേറ്റ് ചെയ്താലോ? സുഖമായിട്ട് പറയാലോ അല്ലേ? ബീനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ബ്ലേഡും വൈബ്രേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യും. എല്ലാ ബ്ലേഡും വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ ബി ഏത് ഫ്രീക്വൻസിയിലാണോ, അപ്പോൾ ബി F1 എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിയും F1 ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുക, എഫും F1 ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുക. അതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്താ പറയുക? അതെ, ബിയും ഡിയും എഫും ഒരേ ലെങ്ത്തിലാണ്. ഇപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ബാക്കിലുള്ള റീസൺ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതാണ് നമ്മൾ നേരത്തെ ഇവിടെ കാണിച്ച സമയത്ത് നമുക്ക് കാണാൻ പറ്റിച്ചത്. ഇവിടെ ഈ റെഡ് എന്ന് പറയുന്ന ഈ എക്ക് പകരം ഇവിടെ റെഡ് ആണെന്ന് വിചാരിച്ചോ, ഈ റെഡ് എന്ന് പറയുന്ന ഈ ഒരു ആക്സോ ബ്ലേഡ് അല്ലെങ്കിൽ ഒരു ഇതിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ ഈ ഗ്രീനും യെല്ലോയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാ? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷേ ഈ റെഡ് എങ്ങനെയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് ആര് വൈബ്രേറ്റ് ചെയ്യുന്നത്? ഈ റെഡും വൈബ്രേറ്റ് ചെയ്യുക. അതിന് കാരണം എന്താ? ഈ രണ്ട് ദണ്ഡത്തിൻ്റെയും ലെങ്ത് എന്താണ്? സെയിം ആണ് അല്ലേ? അതേപോലെ ഈ എക്സ്പെരിമെൻറ്റിൽ ഈ യെല്ലോ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ എല്ലാവരും ഗ്രീനും റെഡും ഒക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ യെല്ലോ ഏത് ഫ്രീക്വൻസിയിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതേ ഫ്രീക്വൻസിയിലാണ് ഈ യെല്ലോ
വൈബ്രേറ്റ് ചെയ്യുക. അതായത് ഈ രണ്ടെണ്ണത്തിൻ്റെ വൈബ്രേഷൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? കാരണം എന്താ? ഇതിന് രണ്ടിൻ്റെയും ലെങ്ത് സെയിം ആയതുകൊണ്ട് ഇത് രണ്ടിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസിയും എന്താണ്? സെയിം ആണ്. അല്ലെങ്കിൽ ഈ ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ബോഡിയും അതേ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം, നോക്കിക്കോ. ഇതാ ഈ ഗ്രീന് വൈബ്രേറ്റ് ചെയ്യിച്ചു നമ്മളിൽ ലാസ്റ്റ്. ഈ ഗ്രീന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? ഈ യെല്ലോയും റെഡും വൈബ്രേറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട്. പക്ഷെ എന്താ? എങ്ങനെയാണോ ഗ്രീന് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്താണോ അതേ ഫ്രീക്വൻസിയിലാണ് ഈ ഗ്രീനും എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ വേഗം പറഞ്ഞു പോവാം. ഇനി നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞാൽ മതി, ഞാൻ ജസ്റ്റ് വായിക്കുന്നുള്ളൂ. അപ്പോൾ എന്താ? എ എന്ന് പറയുന്ന ആക്സോ ബ്ലേഡിനെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ എന്താ? ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ് അല്ലേ? എ മാത്രമാണോ വൈബ്രേറ്റ് ചെയ്യുന്നത്? അല്ല. ചോദ്യത്തിന് ഉത്തരം എന്താ? എല്ലാ ബ്ലേഡുകളും എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. അതാണ് എൻ്റെ ആൻസർ വരിക. അടുത്ത ചോദ്യം, ഓർ ഓൾ ദ ബ്ലേഡ് വൈബ്രേറ്റ് ദ സെയിം ആംപ്ലിറ്റ്യൂഡ്. എല്ലാ ആളുകളും ഒരുപോലെയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത്? നോ. എല്ലാ ബ്ലേഡുകളും ഒരുപോലെയല്ല എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെയോ എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എയും സിയും ഇയും ഒരുപോലെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ചോദ്യം ഇതാ, അടുത്ത മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ തന്നെ ആൻസർ പറ. വിച്ച് ഓഫ് ദം വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? ഇതിൽ ആരാണ് എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വൈബ്രേറ്റ് ചെയ്യാൻ സാധ്യത? നിങ്ങൾ പറഞ്ഞോ. എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വൈബ്രേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള രണ്ടാളുകളെ ഉള്ളൂ, സിയും അതുപോലെ തന്നെ ആരുമാണ്? ഇയുമാണ്. ക്ലിയർ അല്ലടാ? എയും സിയുമാണ് എന്ത് ചെയ്യുക? ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അങ്ങനെയാണ് അടുത്ത ചോദ്യം. ആഫ്റ്റർ ഓൾ ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്ഡ്. എല്ലാവരും വൈബ്രേഷൻ നിർത്തിയിട്ടോ, എക്സ്പെരിമെന്റ് സ്റ്റോപ്പ് ചെയ്തു. ഇനി രണ്ടാമത് നമ്മൾ ആരെ എക്സൈറ്റ് ചെയ്യാൻ പോവുക? ആരാടാ ചെയ്യുന്നത് പറഞ്ഞേ? ബീനെ നമ്മൾ എന്ത് ചെയ്തു? ഫിംഗർ കൊണ്ട് വൈബ്രേറ്റ് ചെയ്തു അല്ലേ? എല്ലാ ബ്ലേഡുകളും കമ്പനം നിലച്ചതിന് ശേഷം ബി ബ്ലേഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വൈബ്രേറ്റ് ചെയ്യിക്കുക. നിങ്ങളുടെ നിരീക്ഷണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒബ്സർവേഷൻ നോക്കാനാണ് പറഞ്ഞത്. എന്താ ഒബ്സർവേഷൻ ഉണ്ടോ? ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് പറയാലോ. പറഞ്ഞോ. ബി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലേ? ബി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ബ്ലേഡും വൈബ്രേറ്റ് ചെയ്യും അല്ലേ? പക്ഷേ ബീൻ്റെ അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന രണ്ടാളുകൾ ആരൊക്കെ ആയിരിക്കും? ഡിയും എഫും ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? റെഡി അല്ലേ? എന്തുകൊണ്ടാ? ബിയുടെയും ഡിയുടെയും എഫിൻ്റെയും ഫ്രീക്വൻസികൾ ലെങ്ത് എന്താണ്? സെയിം ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ? വെൻ ബ്ലേഡ് എ വൈബ്രേറ്റ് വൈ വുഡ് ദ ഹാക്സോ ബ്ലേഡ് സി ആൻഡ് ഇ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? എ എന്ന് പറയുന്ന ബ്ലേഡ് കമ്പനം ചെയ്യുമ്പോൾ സിയും ഇയും മാത്രം എന്താണ് വൈബ്രേറ്റ് ചെയ്യാൻ കാരണം? നിങ്ങൾ പറഞ്ഞോ. ഇത്രയും നേരം ഞാൻ പറഞ്ഞ ആൻസർ എന്താ? അതെ, എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സിയും ഇയും മാത്രമേ വൈബ്രേറ്റ് ചെയ്യൂ. അതിന് കാരണം എൻ്റെ ലെങ്ത്തും സിൻ്റെ ലെങ്ത്തും ഇൻ്റെ ലെങ്ത്തും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇവർ മൂന്ന് പേരും ഒരേ ഫ്രീക്വൻസിയിലാണ് എന്ത് ചെയ്യുക? വൈബ്രേറ്റ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലടാ? വേണമെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. എന്താണ് വേണ്ടത്? അടുത്ത സ്ലൈഡിലോട്ട് പോവാം അല്ലേ? ഓക്കെ, ഇതാണ് അടുത്ത ടോപ്പിക്ക്. ഈ എക്സ്പെരിമെന്റ് സാറ് പഠിപ്പിച്ചത് തന്നെ ഈ ടോപ്പിക്ക് ക്ലാസ് എടുക്കാനാ. വാട്ട് ഈസ് റെസൊണൻസ്? എന്താണ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ അനുനാദം അല്ലെങ്കിൽ അനുരണനം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അനുരണനം എന്നും അനുനാദം എന്നും പറയും. മലയാളം കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അനുനാദം എന്നാണുള്ളത് കേട്ടോ. രണ്ടും സെയിം ആണ്. അനുനാദത്തിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് അനുരണനം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ നോക്കുക, റെസൊണൻസ് അഥവാ അനുനാദം. If the natural frequency of the forcing object and that of the forced object are equal, അതായത് നമ്മൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ച ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആലോചിക്കുക. ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ കാരണം രണ്ടാമത്തെ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാരണം ഈ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റും ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റും ഒരേപോലെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പം നമ്മൾ പറയുന്ന ടേമാണ് റെസൊണൻസ്. നോക്കടാ, ഇവിടെ എ എന്ന് പറയുന്ന ആക്സോ ബ്ലേഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, സി എന്ന് പറയുന്ന ആളും ഇ എന്ന് പറയുന്ന ആളും അത് എങ്ങനെയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെയല്ലേ? അതായത് എന്റെ ഫ്രീക്വൻസിയും സിന്റെ ഫ്രീക്വൻസിയും എന്തായി? ഈക്വലായി. അങ്ങനെ രണ്ട് ബോഡികളുടെ ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ അതിനെ പറയുന്ന വാക്കാണ് റെസൊണൻസ് അഥവാ അനുനാദം. ഒന്നുകൂടി സാറ് പറഞ്ഞുതരാ. വൈബ്രേറ്റ് ചെയ്യിക്കുന്ന ബോഡി എ, ഓക്കെ, വൈബ്രേറ്റ് ചെയ്യപ്പെടുന്ന ബോഡി ബി. അപ്പോൾ ഈ എ ആണ് ബീനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ എ ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും,
അപ്പോൾ എന്റെ വൈബ്രേഷൻ കാരണം ബിയും വൈബ്രേറ്റ് ചെയ്യും. ഇതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അഥവാ പ്രണോദിത കമ്പനം എന്ന് പറയാം. അപ്പോൾ ഈ എ എങ്ങനെയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതേപോലെ, അതായത് എന്റെ ഫ്രീക്വൻസിയും ബിന്റെ ഫ്രീക്വൻസിയും സെയിം ആയാൽ ഇത് രണ്ടുപേരും ഇതാ സാറെ കൈ ഇളകുന്ന മാതിരി ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇത് രണ്ടിൻ്റെയും ഫ്രീക്വൻസി സെയിം ആയാൽ, അവർ രണ്ടുപേരുടെയും വൈബ്രേഷൻ സെയിം ആയാൽ ആ കണ്ടീഷനെ, ആ സിറ്റുവേഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റെസൊണൻസ് എന്നാണ് പറയുക. അപ്പോൾ കിട്ടി കാണും. അനുനാദം ഒന്നുകൂടി വായിച്ചു തരാം. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു, അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവിക ആവൃത്തിയിൽ പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും, അതായത് ഫ്രീക്വൻസി, ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ ഫ്രീക്വൻസിയും രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ ഫ്രീക്വൻസിയും എന്താണ്? തുല്യമാവും, ഈക്വൽ ആയാൽ നമ്മൾ പറയുന്ന വാക്കാണ് റെസൊണൻസ് എന്നാണ് പറയുക. ഓക്കെ അല്ലേ? നോക്കടാ. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിംഗ് ഒബ്ജക്ട് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്ട് ആർ ഈക്വൽ ദെൻ ദ ഒബ്ജക്റ്റ് ആർ സെറ്റ് ടു ബി ഇൻ റെസൊണൻസ്. അപ്പൊ രണ്ട് ബോഡികളുടെ ഫ്രീക്വൻസി സെയിം ആയാൽ ആ കണ്ടീഷനെ പറയുന്ന പേരാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. എന്താടാ അനുനാദം എന്ന് പറഞ്ഞ? ഒന്നുമില്ല, ഒരു ബോഡിയുടെ ആവൃത്തിയും രണ്ടാമത്തെ വസ്തുവിന്റെ ആവൃത്തിയും തുല്യമാണെങ്കിൽ ആ അവസ്ഥയെ പറയുന്ന വാക്കാണ് അനുനാദം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആ അനുനാദമാണ് കാരണമാണ് ഇവിടെ എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതേപോലെ സിയും അതേപോലെ ഇയും എന്ത് ചെയ്തത്? വൈബ്രേറ്റ് ചെയ്തത്. അടുത്ത എക്സ്പെരിമെന്റിൽ ബി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ബി എങ്ങനെയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ ഡിയും അതുപോലെ എഫും വൈബ്രേറ്റ് ചെയ്യാൻ കാരണവും എന്തുകൊണ്ടാണ്? ബിയും ഡിയും എഫിൻ്റെയും ഫ്രീക്വൻസി എന്തായതുകൊണ്ട്? സെയിം ആവുന്നത് കൊണ്ട്. അതായത് ഇവിടെ റെസൊണൻസ് കാരണമാണ് ഇത് മൂന്നും ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നാൽ എ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ എല്ലാ ബ്ലേഡും വൈബ്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? അത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. വ്യത്യാസം മനസ്സിലാക്കണേ. അതിനാ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നേ. എ എന്ന് പറഞ്ഞ ആക്സോ ബ്ലേഡിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ ബിയും സിയും ഡിയും ഇയും എഫും വൈബ്രേറ്റ് ആവും. അതിന് കാരണം എൻ്റെ വൈബ്രേഷൻ എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ടാണ്. അതിനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അഥവാ പ്രണോദിത കമ്പനം എന്ന് പറയാം. എന്നാൽ എ വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെയാണ്, അതായത് എൻ്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിട്ടാണ് സിൻ്റെയും ഇൻ്റെയും ഫ്രീക്വൻസി എങ്കിൽ എയും സിയും ഇയും ഒരേപോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും മുന്നോട്ടും. എ മുന്നോട്ട് പോകുമ്പോൾ സിയും ഇയും മുന്നോട്ട്, അത് ബാക്കോട്ട് വരുമ്പോൾ ബാക്കോട്ട്, പിന്നെ മുന്നോട്ട്, അതേ ഒരേപോലെ ഒരേ ഡയറക്ഷനിൽ ഒരേ ടൈമിൽ മൂന്ന് പേരും വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റെസൊണൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷനും ഉണ്ട് റെസൊണൻസും ഉണ്ട്. രണ്ടും കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമുക്കിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ റെസൊണൻസ് ഓക്കെ ആയി, അനുനാദം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ ലാസ്റ്റ് ടോപ്പിക്കാണ് എന്ത്? എവിടെയൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിക്കുക? പ്രണോദിത കമ്പനത്തിൻ്റെയും അനുരണത്തിൻ്റെയും ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ റെസൊണൻസിൻ്റെയും ഫോഴ്സ്ഡ് വൈബ്രേഷനൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നിത്യോപയോഗ സന്ദർഭങ്ങളിൽ നമ്മൾ എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് എവിടെയാണ്? നിങ്ങൾ ഒന്നുമില്ല ഡീറ്റെയിൽ ചെയ്ത് പഠിക്കേണ്ട, ജസ്റ്റ് പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. ഇതും ഒരു ചോദ്യമാണ് കേട്ടോ. വാട്ട് ഈസ് റെസൊണൻസ് ആൻഡ് വാട്ട് ആർ ദ അപ്ലിക്കേഷൻ ഓഫ് റെസൊണൻസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് അനുനാദം, അനുനാദം ഉപയോഗപ്പെടുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കും. അപ്പോൾ ജസ്റ്റ് ഈ പോയിന്റ് ഓർത്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം കേട്ടോ. എന്തൊക്കെയാണ്? MRI സ്കാനിങ് കേട്ടോ. ഈ ഹോസ്പിറ്റലുകളൊക്കെ MRI സ്കാനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് വേണ്ടി അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ റെസൊണൻസും ഫോഴ്സ്ഡ് വൈബ്രേഷനും ഒക്കെയാണ്. പിന്നെ റേഡിയോ ട്യൂണിങ്, നമ്മൾ റേഡിയോ ഇങ്ങനെ ട്യൂൺ ചെയ്ത് നമ്മൾ ചാനലുകളൊക്കെ FM ഒക്കെ എടുക്കില്ലേ? അപ്പോൾ അതിൽ റേഡിയോ ട്യൂണിങ്ങിൽ, അതുപോലെ ഗിറ്റാർ, ഇന്നലെ സാറ് ക്ലാസ്സിൽ പറഞ്ഞതാ, ഗിറ്റാർ, വയലിൻ, വീണ, അതുപോലെയുള്ള ഇൻസ്ട്രുമെൻ്റ്, ഹാർമോണിയം, അപ്പോൾ അതുപോലെയുള്ള ഇൻസ്ട്രുമെൻറ്റിലൊക്കെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഉണ്ട്. അറിയാലോ, ഒരു കമ്പിയുടെ വൈബ്രേഷൻ അതിന് ചെയ്യുമ്പോൾ ബാക്കി ആളുകളൊക്കെ വൈബ്രേറ്റ് ചെയ്യും. അതുപോലെ എല്ലാ കമ്പികളും ഒരേ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക സൗണ്ടും മ്യൂസിക്കൊക്കെ പുറത്തേക്ക് വരിക. അപ്പോൾ അതൊക്കെ അതിൻ്റെ എക്സാമ്പിളുകളാണ്. അതുപോലെ തന്നെ എന്താണ് ശരീരത്തിലുള്ള നമ്മളെ സെതസ്കോപ്പ് അല്ലേ? ഹോസ്പിറ്റലൊക്കെ ഒരു തവണയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡോക്ടേഴ്സിൻ്റെ ചെവിയിൽ വെച്ച് നമ്മളങ്ങനെ പരിശോധിക്കുന്ന ആ ഇൻസ്ട്രുമെൻ്റ് ഇല്ലേ, ആ ഡിവൈസിൻ്റെ പേരാണ് എന്ത്? സെതസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെതസ്കോപ്പിൻ്റെ അകത്ത് നിന്ന് വളരെ നമ്മളെ ഹേർട്ട് ബീറ്റ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹേർട്ട് ബീറ്റിൽ എന്തെങ്കിലും മൈന്യൂട്ട് പ്രശ്നങ്ങൾ വന്നാലും ആ ഡോക്ടർക്ക് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നത് ആ സെതസ്കോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉള്ളതുകൊണ്ടാണ്. ആ സെതസ്കോപ്പിൻ്റെ അകത്ത് ഈ സൗണ്ടിൻ്റെ ഈ ഫോഴ്സ്
ഫോഴ്സ്ഡ് വൈബ്രേഷൻ അതുപോലെ തന്നെ നമ്മുടെ റെസണൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് എന്ന് പറയുന്നത് സ്റ്റെതസ്കോപ്പ്. അപ്പോൾ സ്റ്റെതസ്കോപ്പിനകത്ത് അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് ഈ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസണൻസും ഒക്കെ അങ്ങനെയുള്ള ടെക്നിക്ക് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് മെഗാഫോൺ, ഹോണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ട്രംപറ്റ്, നാദസ്വരം കേട്ടോ. നാദസ്വരം എന്നാണ് നമ്മൾ സാധാരണ പറയാറ്, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ നാഗസ്വരം എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, ടെസ്റ്റിൽ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നതാണോ എന്നറിയില്ല. നാദസ്വരം എന്നാണ് നമ്മൾ സാധാരണ പറയുക, പക്ഷേ ടെസ്റ്റിൽ നാഗസ്വരം എന്നാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നാഗസ്വരം കണ്ടിട്ടില്ലേ നിങ്ങൾ? കല്യാണം, മാരേജ്, ഓഡിറ്റോറിയത്തിലൊക്കെ അവർ ആ സമയത്ത് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് നാദസ്വരം. ഓക്കെ, ട്രംപറ്റ്, അതുപോലെ തന്നെ മെഗാഫോണ്, ഹോണ്, വണ്ടിയുടെ ഒക്കെ ഹോൺ, ഇതിലൊക്കെ ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ, റെസണൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എവിടെയൊക്കെയാണ് ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ റെസണൻസ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിയുന്ന കുറച്ച് എക്സാമ്പിളുകൾ പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. 2 എക്സ്പെരിമെൻറ്റ്. ഒന്ന് നമ്മളുടെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ എക്സ്പെരിമെൻറ്റ്, ക്ലിയർ അല്ലേ? അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാണിക്കുന്ന എക്സ്പെരിമെൻറ്റ്. രണ്ടാമത്തത് ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസണൻസും കാണിക്കുന്ന ആക്സോൻ്റെ എക്സ്പെരിമെൻറ്റ്. ഇത് രണ്ടും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ക്ലാസ് കണ്ട് കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ വേണ്ട ആൻസറുകൾ എഴുതി വെച്ച് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലാസ്സുകൾ എല്ലാവരും കൃത്യമായിട്ട് കാണുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.